ഇന്ന് ഞാനിവിടെ പറയുന്നത് മകരം രാശിയിലെ തിരുവോണം നക്ഷത്രത്തെക്കുറിച്ചിട്ടാണ്. ഇവരുടെ ഒരു സ്വഭാവ സവിശേഷതകളൊക്കെ എന്താണ്, ഇവരുടെ നല്ല ഗുണങ്ങളെന്താണ്, ഇവരുടെ മോശപ്പെട്ട ഗുണങ്ങളൊക്കെ എന്താണ് എന്നുള്ളതാണ്. ആദ്യം തന്നെ പറയേണ്ടിയിരിക്കുന്നു, ഇവർ സൗഹൃദ മനോഭാവത്തിന് ഉടമകളാണ്. കാരണം ഇവർക്ക് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമില്ല. മറ്റൊരാളോട് ഇടപഴകുമ്പോൾ അവരുമായിട്ടൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ഇടപെട്ട് പെരുമാറുന്ന ഒരു സ്വഭാവം തന്നെയാണ്. ഞാൻ ഇന്ന ആളോട് മാത്രമേ സംസാരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇന്ന ആളോട് സംസാരിക്കില്ല എന്ന മനോഭാവമൊന്നുമില്ല. എല്ലാവരോടും വളരെയേറെ സന്തോഷത്തോടുകൂടിയും സൗഹൃദത്തോടുകൂടിയും ഇടപെടുന്ന ഒരു വ്യക്തിത്വം തന്നെയായിരിക്കും ഇവർക്ക്. ഇവർക്ക് പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഉള്ള ഒരു മനോഭാവമില്ല. കാരണം ഇവർ ഒരു വലിയ ഉദ്യോഗത്തിലൊക്കെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇവർ ഏറ്റവും താഴേക്കിടയിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റാഫ് ഉണ്ടാവും. മറ്റുള്ളവരൊക്കെ അവരോട് സംസാരിക്കുവാനൊക്കെ വിമുഖത കാട്ടിയാലും ഇവർ അങ്ങനെ ആയിരിക്കില്ല. അവരോട് സംസാരിക്കുകയും അവരോട് നല്ല സൗഹൃദപരമായി ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിത്വങ്ങൾ തന്നെയാണ് ഇവരുടെയൊക്കെ ദൈനംദിന കാര്യങ്ങൾ. ഓരോ ദിവസങ്ങളെയും പ്രത്യേകമായി പ്രിപ്പയർ ചെയ്യുന്ന വ്യക്തികൾ തന്നെയായിരിക്കും. കാരണം ഇന്ന് ഒരു കാര്യം ചെയ്യുവാനായിട്ട് തീരുമാനിക്കും, നാളെ ഒരു കാര്യം ചെയ്യുവാനായിട്ട് തീരുമാനിക്കും, അടുത്ത ഒരു ദിവസം ഒരു കാര്യം ചെയ്യുവാനായിട്ട് തീരുമാനിക്കും. അതുപോലെ ഇവരൊരു റൊട്ടേഷൻ രീതിയിൽ ഓരോ കാര്യങ്ങളും തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ ചെയ്തു തീർക്കുവാനുമൊക്കെ ശ്രമിക്കുന്നവർ തന്നെയാണ്. ഇവർ നല്ല സൗഹൃദമായിട്ട് ഇരിക്കുന്നവരോടൊക്കെ ഇവരുടെ ലൈഫിനെ കുറിച്ചൊക്കെ ചില സന്ദർഭങ്ങളിലൊക്കെ സംസാരിക്കാറുണ്ട്. എന്നിരുന്നാൽ ആ ഒരു കാര്യം മറ്റൊരാൾ കേൾക്കുമ്പോൾ അവർക്ക് അതിൽ നിന്നും വ്യതിചലിച്ച് പോകുവാനുള്ള ഒരു മനോഭാവം ഉണ്ടാകാറില്ല. കാരണം ഇവരുടെ ആ ഒരു പ്രസൻസും ഇവർ പറയുന്ന ഒരു രീതിയുമൊക്കെ നമുക്ക് കേട്ടുകൊണ്ടിരിക്കുവാനുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു മനോഭാവത്തെ ആയിരിക്കും നമുക്ക് പ്രദാനം ചെയ്യുക. അതായത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളിന് യാതൊരുവിധ ഒരു ഇറിറ്റേഷനും അവിടെ വരുന്നില്ല. ഇവരുടെ ജീവിതത്തിൽ വലുതായിട്ടുള്ള ആഗ്രഹങ്ങളും തന്നെ ഇവർ സൂക്ഷിക്കാറില്ല. ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ തന്നെ വളരെ ഏറെ സിമ്പിളായതും ചെറുതായതും തന്നെ ആയിരിക്കും. അതിലൂടെ അവർ വലിയ രീതിയിലുള്ള ഒരു സന്തോഷത്തെ കണ്ടെത്തുവാനാണ് ശ്രമിക്കുക. എന്നാലും ഇവർ ആഡംബരമായ ഇതൊക്കെ കാട്ടുകയില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ടാകും. ഇവരുടെ ഉൾമനസ്സ് ഒരു ചുരുങ്ങിയ, അതായത് ചെറിയ രീതിയിലുള്ള ഒരു ആഗ്രഹങ്ങളും അല്ലെങ്കിൽ ചെറിയ ഒരു രീതിയിലുള്ള കടകളിലൊക്കെ കയറി ഭക്ഷണം കഴിക്കുക എന്നുള്ള ശീലങ്ങളൊക്കെ ആയിരിക്കും. എന്നിരുന്നാൽ തന്നെയും പുറമേ മറ്റുള്ളവരൊക്കെ കാണണം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അപമാനങ്ങളൊക്കെ ഉണ്ടാകുവാൻ പാടില്ല എന്നുള്ള രീതിക്ക് വരുമ്പോൾ ഇവർ അതിൻ്റേതായ രീതിക്ക് വ്യതിചലിച്ച് അവർക്കൊപ്പം നിൽക്കുകയും അവർക്കൊപ്പം കൂടുകയും ഒക്കെ സന്തോഷകരമായ രീതിയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നവർ തന്നെയാണ്. എന്നിരുന്നാൽ തന്നെയും അവർക്ക് എപ്പോഴും ആ ഒരു ചെറിയ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ മനസ്സ് തൃപ്തി അടയുവാനാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക. മറ്റുള്ളവരുടെ സന്തോഷത്തിനായി അവർ വലിയ രീതിയിലൊക്കെ ഒരു ആഡംബരമായ വസ്ത്രധാരണങ്ങളോ അല്ലെങ്കിൽ ആഡംബരമായ രീതികളൊക്കെ സ്വീകരിക്കുന്നുവെങ്കിലും അവരുടെ മനസ്സ് കുഞ്ഞു മനസ്സ് തന്നെയാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവർക്കും ഉയർന്ന നിലവാരത്തിലുള്ള ചിന്താഗതികളൊക്കെയും ഉണ്ട്. അതായത് ഇവർക്കും ഏതെങ്കിലും ഒരു നല്ല രീതിയിൽ നല്ല ഉയർന്ന ഒരു ജീവിതമൊക്കെ വേണമെന്നൊക്കെയും ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. പക്ഷേ അത് മറ്റുള്ളവരെ പിടിച്ചു പറിച്ചുകൊണ്ടോ പറ്റിച്ചുകൊണ്ടോ ഒന്നും ആയിരിക്കില്ല ഇവർ നേടുവാനൊക്കെ ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് കഠിനമായ ഒരു അധ്വാനം തന്നെയായിരിക്കും ഇവരിൽ നിന്നും ഉണ്ടാവുക. അതായത് ഇപ്പോൾ ഒരു ആടിനെ സങ്കല്പിച്ചാലും നമുക്ക് മനസ്സിലാക്കാം. ഒരു മലയടിവാരത്തിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ആട് അതിൻ്റേതായ ഒരു ലക്ഷ്യം വെച്ച് അതിനെയൊക്കെ മുകളിലേക്ക് കയറിപ്പോകുന്ന ഒരു സാഹചര്യത്തെ നോക്കിയാൽ അത് അതിൻ്റെ ടോപ്പിലേക്ക് വരെ സഞ്ചരിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഇവർ കഠിനമായി പ്രയത്നിച്ച് ഏറ്റവും ഉയരങ്ങളിലേക്ക് എത്തുവാനായിട്ട് വളരെയേറെ പരിശ്രമിക്കുന്നവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ആ ഒരു ടോപ്പ് ലെവൽ നിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും ഇവരുടെ ഓരോ പ്രവർത്തനങ്ങളും. അതിനായിട്ടുള്ള ആ ഒരു അധ്വാനത്തിനെ വളരെയേറെ പ്രശംസിക്കേണ്ടത് തന്നെയാണ്. അതുപോലെ ഇവർക്ക് ദേഷ്യപ്പെടുന്ന ഒരു കാര്യമൊക്കെ ആണെങ്കിലും ഇതിൽ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഇവർ പുറമേ ഒന്നും പോയി ആരോടും ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം ഇല്ല. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറഞ്ഞാലും കേട്ടിട്ട് മിണ്ടാതെ വരുന്ന ഒരു സാഹചര്യമായിരിക്കും. എന്നാൽ വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ വീട്ടിലുള്ളവരോടൊക്കെ അതിൻ്റേതായ രീതിക്ക്, കാരണം അവർക്ക് അത്രത്തോളം സ്നേഹമുള്ള വ്യക്തികളോട് മാത്രമായിരിക്കും ഇവർ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ പ്രതികരിക്കുക എന്നുള്ളത്. അല്ല എങ്കിൽ പരമാവധിയും മൗനമായിട്ട് ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കാനുള്ള സാഹചര്യമായിരിക്കും സൃഷ്ടിക്കുക. വളരെ സ്നേഹമുണ്ട്, അതായത് കേൾക്കും എന്നുള്ളിടത്ത് മാത്രമായിരിക്കും ഇവർ എന്തെങ്കിലുമൊക്കെ ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കുക. അവിടെയും തിരിച്ച് എന്തെങ്കിലും ഒരു മറുപടി മോശമായ രീതിയിൽ കിട്ടുകയാണെങ്കിൽ പിന്നീട് ഇവർ ആയുസ്സിനും അതിൻ്റേതായ ഒരു രീതിക്ക് തന്നെയായിരിക്കും പെരുമാറുകയും ചെയ്യുക. കാരണം സംസാരിക്കുമെങ്കിലും അതിനൊരു മൂളൽ മാത്രമായിരിക്കും മറുപടിയായിട്ട് നൽകുക.
അതുപോലെ മുതിർന്ന ആരെങ്കിലുമൊക്കെ ഇവരെ ഉപദേശിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞാലും ഇവർ കേട്ടിട്ട് അത് കേൾക്കാത്തതുപോലെ ഇരിക്കുന്ന ഒരു പ്രവണതയുമുണ്ട്. എന്നിട്ട് അതിൻ്റേതായ രീതിക്ക് അവരുടേതായ രീതിയിൽ തന്നെ അവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടാവും. എന്നിരുന്നിട്ട് പിന്നീടാവും ഇവർ ചിന്തിക്കുക, ആ പറയുന്നത് കേൾക്കാമായിരുന്നു എന്ന ഒരു ചിന്ത ഇവർക്ക് പ്രാപ്തമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി മനസ്സിലാക്കാം. പൊതുവായിട്ട് ഇവർ പല കാര്യങ്ങളും കേൾക്കേണ്ട കാര്യങ്ങൾ മാത്രം ചെവിയിലേക്ക് എടുക്കുകയും മറ്റുള്ളവരെ തള്ളിക്കളയുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ്. അതായത് നേരത്തെ ഈ പറഞ്ഞതുപോലെ തന്നെ പലരും ഉപദേശിക്കും, പല കാര്യങ്ങളും പറയും, എല്ലാം കേട്ടുകൊണ്ടിരിക്കും. പക്ഷേ ഇവരുടെ ജീവിതത്തിൽ അത് പ്രാപ്തമാക്കുവാനായിട്ട് ഇവർ മെനക്കെടാറില്ല. പിന്നീട് എപ്പോഴെങ്കിലും ആയിരിക്കും അന്ന് അത് പറഞ്ഞത് കേൾക്കാനുള്ളതായിരുന്നു എന്ന ചിന്താഗതിയും ഇവർക്ക് ഉണ്ടാവുക. അതുപോലെ ഇവർ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഇവരെ പറഞ്ഞ് ചെയ്യിപ്പിക്കാനുള്ള ഒരു ഇതൊക്കെ വളരെയേറെ കുറവ് തന്നെയാണ്. അതായത് ഇവരോട് പറഞ്ഞൊരു കാര്യം ചെയ്യാനെന്ന് വെച്ചാൽ ആ കാര്യം അവർ ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകില്ല. ഇപ്പോൾ ഞാനൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഒപ്പം വേണമെങ്കിൽ കൂടുമെന്നല്ലാതെ നീ ചെയ് എന്ന് പറഞ്ഞ് ചെയ്താൽ അവർ അത് ചെയ്യില്ല. അവർക്ക് ഒന്നുകിൽ അറിഞ്ഞ് ചെയ്യണം എന്ന് തന്നെയാണ്, അത് അവർ ചെയ്യുകയുമില്ല. അപ്പോൾ ഇവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കണമെങ്കിൽ നമ്മൾ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്ത് നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോഴാവും അവർ നമുക്കൊപ്പം കൂടി അതിൽ ഒരു ഭാഗഭാക്കൊക്കെ ആകുന്നത്. ഇവരൊക്കെ തന്നെ എല്ലാ കാലവും പ്രാർത്ഥിക്കേണ്ട ഏക ദൈവം ആരാണെന്ന് ചോദിച്ചാൽ സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു തന്നെയാണ്. അപ്പോൾ ഇവരുടെ നക്ഷത്രാധിപൻ വന്നിട്ട് ചന്ദ്രനാണെങ്കിലും ഇവരെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത് മഹാവിഷ്ണു എന്ന ആ ഒരു ദൈവം തന്നെയാണ്. അതുപോലെ ഇവരുടെ സ്വഭാവം അദ്ദേഹത്തിൻ്റേതുപോലെ തന്നെയായിരിക്കും. ഇവരാൽ തന്നെ പലരുമൊക്കെ രക്ഷപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ പലർക്കും ഒരു പുതിയ ജീവിതമൊക്കെ നൽകുന്ന ഒരു സാഹചര്യമൊക്കെയും ഉണ്ടാകും. അതായത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നു പോയാലും കുടുംബത്തിൽ പ്രശ്നങ്ങളൊക്കെ വന്നു പോയാലും അവരെ ഏതെങ്കിലുമൊക്കെ നിലയ്ക്ക് സഹായിക്കുന്ന ഒരു സാഹചര്യവും അല്ലെങ്കിൽ ഒരു മനോഭാവമൊക്കെ ഇവർക്ക് പ്രാപ്തമാകും. മഹാവിഷ്ണുവിൻ്റെ ആ ഒരു പ്രവർത്തനവും അങ്ങനെ തന്നെയാണ്. അദ്ദേഹം ഒരു സംരക്ഷകനാണ് എന്നുള്ളത് തന്നെയാണ് ഇവരെ കൊണ്ട് അങ്ങനെയൊക്കെയും ചെയ്യിക്കുന്നത് എന്നുള്ളത്. ഒരു മാതൃത്വപരമായ ഒരു സ്നേഹവും ഇവർക്ക് ഉണ്ടാകും. ആൺപെൺ വ്യത്യാസമൊന്നുമില്ല ഈ നക്ഷത്രക്കാർക്ക്. അപ്പോൾ അങ്ങനെ ഒരു മാതൃത്വപരമായ ഒരു സഹായ മനോഭാവമായ ഒരു മനസ്സൊക്കെയും ഇവർക്ക് പ്രാപ്തമാകുന്ന ഒരു ഇതുണ്ട് ഇവർക്ക്. പോരാത്തതിന് ഇവർക്ക് കലാപരമായ വാസനകളൊക്കെ തന്നെ അധികമായി തന്നെ ഉണ്ടാവും. അതായത് പാട്ട് കേൾക്കുക, അത് നല്ല സംഗീതം ആസ്വദിക്കുക, നല്ല അത്യാവശ്യം പാടുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് മുന്നിട്ട് നിൽക്കുന്ന ഒരു ഇത് തന്നെയാണ്. അതുപോലെ ഈ ടെലിവിഷൻ സംബന്ധപ്പെട്ട കാര്യങ്ങളിലും സീരിയൽ സംബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ സിനിമ സംബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെയും ഈ ആർട്ട് സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെയും ഇവരെ പോലുള്ളവരൊക്കെയും ധാരാളമായി ഉണ്ടായി വരാറുണ്ട്. കാരണം അവർക്കൊക്കെ അതിൻ്റേതായ ഒരു താല്പര്യം വളരെയേറെ കൂടുതൽ തന്നെയാണ്. ഇവരുടെ ഒരു മനോഭാവമൊക്കെയും ആ ഒരു കലാപരമായ വാസനകളിലും ആ സൃഷ്ടികളിലുമൊക്കെ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു മനോഭാവം തന്നെയാണ് ഇവർക്ക് ഉണ്ടാവുക. അതായത് സരസ്വതി കടാക്ഷം ഉള്ളവർ തന്നെയാണ് എന്നാണ് പറയേണ്ടത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവരിൽ പലരും സാമ്പത്തികമായിട്ട് വളരെയേറെ പിന്നിൽ നിൽക്കുന്ന വ്യക്തികൾ തന്നെയായിരിക്കും. കാരണം ചെറിയ വയസ്സിൽ തന്നെ വളരെയേറെ അധ്വാന ഭാരങ്ങളൊക്കെ നേടി മുന്നിൽ പോകുന്ന ചില വ്യക്തികൾ തന്നെയായിരിക്കും ഇവരിൽ ഒരു ഭൂരിഭാഗവും ഉള്ളത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് കാരണം തന്നെ ഇവരുടെ ജീവിതം എപ്പോഴും ഒരു സ്ട്രഗിൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ കൂടി തന്നെയായിരിക്കും പോയിക്കൊണ്ടിരിക്കുക. ഏതൊരു അവസ്ഥയിലും അവർക്ക് സ്വയം സന്തോഷിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നു എന്നുള്ളതൊക്കെയും വളരെയേറെ ഖേദകരമായ കാര്യം തന്നെയാണ്. അതായത് മറ്റുള്ള നക്ഷത്രക്കാരിലും അങ്ങനെ തന്നെയാണ്. എന്നിരുന്നാൽ തന്നെയും ഇവർ ഒരുപാട് അധ്വാനശീലങ്ങളൊക്കെ ഉള്ളവർ തന്നെയാണ്. ഏത് ഒരു കാര്യത്തിലും ഇടപെട്ട് മുന്നോട്ട് പോകാൻ ഇപ്പോൾ നല്ല രീതിയിലൊക്കെ ജീവിച്ചു പോകുന്നവർ പെട്ടെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യത്തിൽ വീഴ്ചയൊക്കെ പറ്റിപ്പോയാലും ഇവരിൽ പലവരും ചില വീട്ടുജോലിക്കൊക്കെ പോയി തൻ്റെ മക്കളെയൊക്കെ വളർത്തുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അവിടെയും അവർക്ക് അവരുടെ മക്കളെ വളർത്തണമെന്ന ആ ഒരു ഉയർന്ന ചിന്താഗതിയിൽ കൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് അവർ അവരുടേതായ പല കാര്യങ്ങളുമൊക്കെ മാറ്റിവെക്കുന്ന സാഹചര്യങ്ങളൊക്കെയും മനസ്സിലാക്കാം. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞതുപോലെ പലർക്കും തന്നെ വളരെയേറെ വിഷമകരമായ ഒരു സാഹചര്യത്തിലൂടെ തന്നെയായിരിക്കും മുന്നോട്ട് പോവുക. എന്നിരുന്നാലും ബന്ധുക്കളുമായിട്ടൊക്കെ വളരെ നല്ല രീതിയിൽ അടുത്തു പോകുന്ന ഒരു പ്രവണതയും ഇവർക്ക് ഉണ്ട്. അതായത് വലിയ രീതിയിൽ പിണക്കങ്ങളൊന്നുമില്ല, ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ രീതിയിലൊക്കെ പോകണമെന്നുള്ള ഒരാഗ്രഹമുണ്ട്. ആരൊക്കെ ഇവരെ തേടി വന്നില്ലെങ്കിലും ഇവർക്ക് പ്രിയപ്പെട്ട അവരുടെയൊക്കെ വീടുകളിലൊക്കെ അവർ ചെന്നെത്തുവാനൊക്കെ ശ്രമിക്കാറുണ്ട് എന്നുള്ളതും അവർക്ക് സന്തോഷകരമായ ഒരു രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പ്രവണതയുമുണ്ട്. ഇല്ലായ്മകൾ ഉണ്ടെങ്കിലും അവിടേക്ക് നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന ഒരു പ്രവർത്തന മികവും ഇവർക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്നിരുന്നാലും ഒരു 90% ഇവർക്ക് ലഭിക്കുന്നത് അവഗണന മാത്രം തന്നെയായിരിക്കും. എന്നാലും അതൊന്നും വകവയ്ക്കാതെ തന്നെയായിരിക്കും ഇവർ എല്ലായിടത്തും പെരുമാറി പോവുക. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും വേണ്ട ഒരു കാര്യം ആത്മീയമായ ഒരു ചിന്താഗതിയൂടെ എപ്പോഴും വേണമെന്നാണ്
എല്ലാം ഈശ്വരനിൽ സമർപ്പിച്ച് വേണം ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുവാനായിട്ട്. അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകുന്ന വ്യക്തികൾക്ക് മാത്രമായിരിക്കും ഈ ഒരു തിരുവോണ നക്ഷത്രത്തിൽ നല്ല ഒരു വിജയമൊക്കെ പ്രാപ്തമാക്കുവാനായിട്ട് കഴിയുക. കാരണം രാശിനാഥൻ ചന്ദ്രൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു മാതൃത്വ മനോഭാവമാണ് ഇവർക്ക് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇവർ എത്ര അവഗണനകളൊക്കെ വന്നാലും അതൊന്നും വകവയ്ക്കാതെ എല്ലായിടങ്ങളിലും ചെന്ന് എത്തപ്പെടുന്നത്. തൊഴിലിടങ്ങളിലാണെങ്കിലും ശരി, പരമാവധി എന്തെങ്കിലുമൊക്കെ കേട്ടാലും അവർ കാതിൽ എടുക്കാറില്ല. കേട്ട വഴിക്ക് കളഞ്ഞിട്ട് അവർ പോകാറാണ് പതിവ്. അത് പിന്നീടത്തേക്ക് വച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകുമെന്നുള്ള ചിന്താഗതിയും ഇവർക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുവാനായിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും ഇത്രയും കാര്യത്തോടു കൂടി തന്നെ ഞാനിത് അവസാനിപ്പിക്കുകയാണ്. അത് എല്ലാവർക്കും ഒരു നല്ല ഒരു കാലങ്ങളൊക്കെ ഉണ്ടാകട്ടെ. നിങ്ങളെക്കുറിച്ചൊന്ന് പറയണം എന്ന് തോന്നി, അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ തിരുവോണ നക്ഷത്രത്തെ കുറിച്ചിട്ട് പറഞ്ഞത്. ഒത്തിരി പേർ ചോദിച്ചിരുന്നു, ഇന്ന ഒരു നക്ഷത്രം മാത്രമേ നിങ്ങൾ പറയുകയുള്ളൂ, തിരുവാതിരയെക്കുറിച്ച് മാത്രമേ പറയുകയുള്ളൂ, മറ്റൊരാളെ കുറിച്ചും പറയില്ലേ, നിങ്ങൾ തിരുവാതിരയാണോ എന്നൊക്കെ ചോദിക്കേണ്ടായി. അപ്പോൾ തിരുവോണത്തെക്കുറിച്ച് പറയാനായിട്ട് ഒരുപാട് പേർ പറഞ്ഞിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞത്. ശുഭം.